ഈ വർഷവും ദുരിയാൻ പൂ വിട്ടു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അത്രത്തോളം ഇല്ല അല്ലെ? അത്രയും തന്നെ ആയിട്ടില്ല. എങ്കിലും ഇനി ഇടുമെന്ന് തോന്നുന്നു. ഇത് 2 ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആണെന്ന് തോന്നുന്നു 2 ട്രിപ്പായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ശരി. കഴിഞ്ഞ വർഷം നമുക്ക് നിറച്ച് പൂത്തെങ്കിൽ തന്നെ ചക്ക ഒരു 100-110 എണ്ണം കിട്ടിയ. ഇപ്പൊ ഇത് ഈ പരുത്ത് നിൽക്കുന്നു. പക്ഷെ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ നന കൊടുക്കുക. നന കൊടുത്തല്ല, ചോട് മാത്രമേ നനച്ചു കൊടുക്കൂ. ചോട് നനച്ചു കൊടുക്കുന്നു. അത് ശരി. ചോട് മാത്രമേ. ഇച്ചിരി പൊട്ടാഷ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരി. പൊട്ടാഷ്യം ഇട്ട് അതിന് ശേഷം നനയ്ക്കണം. കഴിഞ്ഞ വർഷം ഈ വർഷം നല്ല പൂവായിരുന്നു. അത്രയും പൂ കാണുന്നില്ല. എങ്കിൽ തന്നെ ഇനിയും പുതിയതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആളുകൾ വന്ന് കാണുകയൊക്കെ. അതെ അതെ, ഇതൊരു തന്നെ തൈക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. എല്ലാവർക്കും ബഡ് ആവശ്യപ്പെടുന്നത്. തൈ ഉണ്ടാക്കിയിട്ടുണ്ടോ? തൈ കുറെ വിറ്റുപോയി. അപ്പൊ ഇതാണ് ദുരിയാന്റെ തൈകളല്ലേ? അതെ, ഇതാണ് ദുരിയാന്റെ. ഇത് നട്ടാൽ എത്ര നാൾ കൊണ്ട് നമുക്ക്? ഇത് ഒരു 4-5 വർഷം വളത്തിന്റെ അനുസരിച്ചിരിക്കും. ഇപ്പം വെള്ളവും കൂടെ ഒക്കെ കിട്ടുന്ന സ്ഥലവും നല്ല വളവും ഉണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെയാ? ഇത് നമ്മുടെ പഴത്തിന്റെ നമ്മുടെ ചെടിയുടെ തന്നെ ഒരു മുളപ്പിച്ചെടുത്തതാണ്. ഒരു മുളച്ച് കിട്ടിയ തയ്യാ. ശരി. എത്ര തൈ ഉത്പാദിപ്പിച്ചായിരുന്നു? ഇതൊരു 45-50 എണ്ണം ഉണ്ടായിരുന്നു. വിറ്റ് പോയതിന്റെ ബാലൻസ് ഇരിക്കുന്നതാണ്. ഇനിയിപ്പോ ഇത് ചിമ്പടിച്ച് പുതുമഴ പെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ ശേഖരം പൊട്ടി പെട്ടെന്ന് വളരും. വളം എന്തോടെ കൊടുക്കുന്നോ അതനുസരിച്ച് ഇത് നല്ല വളർച്ച ഉണ്ടാവും.